ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള ഇ.പി. ജയരാജന്റെ കൂടിക്കാഴ്ചയിൽ പ്രതിരോധത്തിലായി ഇടതുമുന്നണി. ബി.ജെ.പിയുടെ ചാക്കിട്ട് പിടുത്തങ്ങളെ നിരന്തരം വിമർശിക്കുന്ന സി.പി.എമ്മിന്റെ ഒരു മുതിർന്ന നേതാവ് തന്നെ നടത്തിയ അലംഭാവം അതീവ ഗൗരവത്തോടുകൂടിയാണ് ഘടകകക്ഷികൾ കാണുന്നത്. കൂടിക്കാഴ്ച അത്ര നിഷ്കളങ്കമായി കാണേണ്ടതില്ല എന്ന തോമസ് ഐസക്കിന്റേതുൾപ്പെടെയുള്ള പരാമർശങ്ങൾ പാർട്ടിക്കുള്ളിലെ എതിർപ്പ് പരസ്യമാക്കുന്നുണ്ട്. നാളെ തിരുവനന്തപുരത്ത് ചേരുന്ന സി.പി.എം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ.പിക്കെതിരെ എന്ത് നടപടി എടുക്കും എന്നാണ് ഇനി അറിയാനുള്ളത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് കെ സ്റ്റെഫനും കണ്ണൂരിൽ നിന്ന് ഫെലിക്സും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം സ്റ്റെഫനിലേക്കാണ്. സ്റ്റെഫൻ, നാളെ വളരെ നിർണായകമായ യോഗമാണ് തിരുവനന്തപുരത്ത് ചേരാൻ പോകുന്നത്. നടപടി ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് മാതൃഭൂമി പത്രത്തിൽ ഇതേക്കുറിച്ച് ഇ.പി. സംസാരിക്കുന്നുണ്ട്. ഇന്നലെയൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നില്ല. സ്വകാര്യ ചടങ്ങുകളിൽ മാത്രമാണ് ഇ.പി. ജയരാജൻ പങ്കെടുത്തത്. പാർട്ടിയെ അറിയിക്കാൻ മാത്രമുള്ള ഒരു കൂടിക്കാഴ്ചയില്ല എന്നാണ് ഇ.പി. പത്രത്തിന് നൽകിയ ഈ അഭിമുഖത്തിൽ പറയുന്നത്. അങ്ങനെ ഒരു ന്യായീകരിച്ച് തള്ളിക്കളയാൻ പറ്റുമോ ആ കൂടിക്കാഴ്ചയെ? ഒരിക്കലും അത്തരമൊരു ന്യായീകരണം പാർട്ടി മുഖവിലയ്ക്ക് എടുക്കുമെന്ന് കരുതാനാവില്ല. ഏതായാലും പാർട്ടിയുടെ ഔദ്യോഗിക വൃത്തത്തിൽ ഇ.പി. ജയരാജന് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കേണ്ടി വരും. പാർട്ടിക്ക് കൃത്യമായി ഇ.പി. ജയരാജന്റെ വാദങ്ങൾ ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇ.പിക്ക് കൺവീനർ സ്ഥാനത്ത് തുടരാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ എടുത്ത് കാണേണ്ടത്. ഏതായാലും കടുത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ സി പി എമ്മിനെ ഇ.പി. ജയരാജൻ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം തിരഞ്ഞെടുപ്പിന്റെ ആ ദിവസം തന്നെയാണ് ഇത്തരത്തിൽ വലിയ ഒരു ബോംബ് ഇ.പി. ജയരാജൻ പൊട്ടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിലടക്കം ഇടതുമുന്നണി കോൺഗ്രസിനെതിരെ ഉയർത്തി കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഇന്നത്തെ കോൺഗ്രസ് എന്നുള്ളത് നാളത്തെ ബി.ജെ.പി. ആണ് എന്ന കാര്യം. അപ്പോഴാണ് ഒരു വർഷം മുമ്പ് നടന്ന ഈ ഒരു കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ ആരോപണങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഏതായാലും ഇ.പി. ജയരാജൻ നാളെ സെക്രട്ടേറിയറ്റിൽ എത്തുമോ എന്നുള്ളതാണ് ഏറെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിയുമായിട്ട് ഈ അടുത്ത കാലത്ത് ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അപൂർവമായിട്ടാണ് ഇത്തരത്തിൽ നേതൃയോഗങ്ങളിൽ ഇ.പി. ജയരാജൻ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ കണ്ണൂരിലാണ് ഉള്ളത്. ഏതെങ്കിലും തരത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്തുമോ എന്നുള്ളതാണ് ഏറെ നിർണായകമായ കാര്യം. ആ യോഗത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഏതായാലും സെക്രട്ടേറിയറ്റിൽ ഈ കാര്യം ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്റ്റെഫിൻ പറഞ്ഞതുപോലെ പങ്കെടുക്കുമോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഫെലിക്സ് കൂടി കണ്ണൂരിൽ നിന്ന്. ഫെലിക്സ്, കണ്ണൂരിൽ തന്നെയാണോ ഇ.പി. ഉള്ളത്? ഇന്ന് തലസ്ഥാനത്തേക്ക് വണ്ടി കയറുമോ? നാളത്തെ യോഗത്തിൽ പങ്കെടുക്കുമോ? ഇ.പി. ജയരാജൻ കണ്ണൂരിൽ തന്നെയുണ്ട്. അദ്ദേഹം നാളെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് അതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നതാണ് ഇ.പി. നമ്മളോട് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇ.പി. പങ്കെടുക്കാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ നമുക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. ഒരു പക്ഷേ അദ്ദേഹം പങ്കെടുത്തേക്കാം. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് മാതൃഭൂമി ദിനപത്രത്തിന് നൽകിയ ആ അഭിമുഖത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ സ്പെസിഫിക് ആയി പറയുന്നുണ്ട്. അതിലൊന്ന്, ഈ ഒരു വർഷം മുമ്പാണ് കൂടിക്കാഴ്ച നടത്തിയത്. അത് മാർച്ച് 5-നായിരുന്നു. 2023 മാർച്ച് 5 എന്ന് പറയുമ്പോൾ 2023 മാർച്ച് 2-നാണ് ഇ.പിയുടെ റിസോർട്ടിൽ, മൊറാഴയിലുള്ള വൈദേകം റിസോർട്ടിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റെയ്ഡ് നടത്തുന്നത് 2-ാം തീയതിയാണ്. 5-ാം തീയതിയാണ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇ.പി. തന്നെ സമ്മതിക്കുന്നുണ്ട്. 5-ാം തീയതിക്ക് മറ്റൊരു പ്രത്യേകതയുമുണ്ട്. എം.വി. ഗോവിന്ദൻ, സി.പി.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ്റെ ജനകീയ പ്രതിരോധ ജാഥ അത് തൃശ്ശൂരിലെത്തുന്ന സമയമാണ്. അപ്പോൾ ഈ ജാഥ നടക്കുന്ന സമയത്ത് ജാഥയിൽ പോലും ഇ.പി. പങ്കെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെയാണ് ഇ.പി. കൂടിക്കാഴ്ച നടത്തിയത്. ആ ഡേറ്റ് വളരെ പ്രധാനമാണ്. അത് ഇ.പി. തന്നെ സമ്മതിക്കുന്നുമുണ്ട്. ഏതായാലും ഇ.പി. ജയരാജൻ നേരത്തെ പാർട്ടിയെ പല രീതിയിൽ പ്രതിരോധത്തിൽ നിർത്തിയെങ്കിൽ ഇപ്പോൾ മുന്നണിയെ കൂടി പ്രതിരോധത്തിൽ നിൽക്കുന്നു. കാരണം അദ്ദേഹം LDFിൻ്റെ കൺവീനറാണ്. അങ്ങനെ ഒരു നേതാവാണ് പ്രകാശ് ജാവദേക്കർ പോലെ ഒരു ബി.ജെ.പി. നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഏതായാലും ഇ.പി. എന്തുകൊണ്ട് ഈ സമയത്ത്, തിരഞ്ഞെടുപ്പിൻ്റെ അന്ന് എന്തുകൊണ്ട് ഇ.പി. കാര്യങ്ങൾ പറഞ്ഞു എന്ന് നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഇ.പി. പറയുന്നത്, ഈ താൻ കൂടിക്കാഴ്ച നടത്തിയെന്ന് സത്യമാണ്. അത് താൻ പറഞ്ഞില്ലെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസമാണ് ഈ ദല്ലാൽ നന്ദകുമാർ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്, പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോൾ പിറ്റേ ദിവസം താൻ അതിന് മറുപടി പറയണം, താൻ സത്യം പറഞ്ഞു എന്നതാണ്. ഇനിയിപ്പോൾ താൻ കള്ളം അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ ചാനലുകൾ താനും പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ചില ചിത്രങ്ങളൊക്കെ കാണിച്ച് തന്നെ കള്ളനാക്കിയേനെ. അതുകൊണ്ട് താൻ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നതാണ് ഇ.പി. നമ്മളോട് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് ആ ദിവസം തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരമായി